അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. ആണോ പെണ്ണോ മുഅ്മിനായിട്ട് ഒരു നല്ല കാര്യം ചെയ്താൽ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, നാം അവന് നല്ലൊരു ജീവിതം കൊടുക്കും. നല്ലൊരു ജീവിതം കൊടുക്കാൻ, നമുക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വഴി ഇതാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ ജീവിതത്തിലേക്ക് വിളിച്ചാൽ നിങ്ങൾ ഉത്തരം നൽകുക. ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥ ആലോചിച്ചാല് ആലമുൽ അർവാഹ് ഇങ്ങനെ വന്ന്, അതാണല്ലോ മനുഷ്യൻ ഇവിടെ വന്ന് ജനിച്ച്. ഇപ്പൊ ഉമ്മയുടെ വയറ്റിലുള്ള ഒരു സമയം നമുക്കുണ്ടായിരുന്നു, അവിടെ നമ്മളുണ്ട്. ആ ഒരു കാലം നമ്മൾ അങ്ങനെ തരണം ചെയ്തു വന്നു. അതിനുശേഷം ഇവിടെ ജനിച്ച് ഇനി മരണം വരെയുള്ള ഈ ഒരു അവസ്ഥയിൽ നമ്മൾ തടിയിൽ ആയിട്ട് അങ്ങനെ ജീവിക്കുക. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നാസു നിയാമുൻ ഇദാ മാതു ഇൻതബഹു. അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ആത്മാവായിട്ട് കാലം ആലമുൽ അർവാഹ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ജീവിച്ചു വരുന്ന ഇത് മനുഷ്യന്റെ ഓരോ അവസ്ഥകളാണ്. ആലമുൽ അർവാഹിലുള്ള ഒരു അവസ്ഥ മനുഷ്യനുണ്ടായിരുന്നു, പിന്നെ മാതാവിന്റെ വയറ്റിലുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, പിന്നെ ഈ ഭൂമിയിൽ മനുഷ്യനുണ്ടാകുമ്പോൾ ഈ തടിയിലുള്ള ഒരു അവസ്ഥ ഉണ്ട്. ഇതൊക്കെ ഈ അവസ്ഥകളൊക്കെ യഥാർത്ഥത്തിൽ ഈ ആത്മാവ്, ഈ റൂഹ് ഇങ്ങനെ അനുഭവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ നമ്മളിപ്പോഴുള്ള ഈ ജീവിതത്തിന്റെ അവസ്ഥകളൊന്നും നമ്മൾ അറിയണില്ല. നമ്മൾ അവിടെ ഇപ്പൊ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വപ്നത്തിലുള്ള അവസ്ഥയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വപ്നത്തിൽ നമ്മൾ ആ ഉറക്കിന്റെ ആ ഒരു അവസ്ഥയാണ് അപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഈ പകലിപ്പോ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളൊന്നും നമുക്ക് ഓർമ്മയില്ല. അതുപോലെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുന്നത്. യഥാർത്ഥ മനുഷ്യന്റെ ജീവിതം ഈ ആത്മാവായിട്ട് ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഇടക്ക് മാറി വന്ന ഒരു അവസ്ഥയാണ് ഈ ലോകത്തുള്ള ജീവിതം. ആ ജീവിതം നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ആള് സ്വപ്നം കാണുന്നത് പോലെ ഈ ആത്മാവിന്റെ ഒരു സ്വപ്ന ജീവിതമാണ് യഥാർത്ഥത്തിൽ ഇതിനെ യഥാർത്ഥ ജീവിതമായി കണ്ടതാണ് ഏറ്റവും വലിയ പ്രശ്നം. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. അതാണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് പറഞ്ഞ ആയത്തിന്റെ അവസാനം, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ലോകത്തെ ജീവിതം ഒരു വഞ്ചനയാണ്. അതായത് ഈ ലോകത്തെ ജീവിതം സ്വപ്നം കാണുന്ന ആളെ ഉള്ള അവസ്ഥ എന്താണ്? ആ സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ഒരാളെ കുറിച്ച് ആ ജീവിതം സത്യത്തിൽ യഥാർത്ഥ ജീവിതം അല്ല എന്ന് ഉറപ്പാണല്ലോ. ഇതുപോലെ ആത്മാവ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ ഒരു അവസ്ഥയാണ് സത്യത്തിൽ നമ്മുടെ ഇന്നത്തെ ഈ ജീവിതം എന്ന് പറയുന്നത്. മരിക്കുക എന്ന് പറഞ്ഞാൽ ആ ജീവിതം അവസാനിക്കണം. ആ ജീവിതം അവസാനിക്കുമ്പോൾ ഉറക്കുന്ന ആള് ഉണർന്ന പോലെ അപ്പൊ അയാൾ മുമ്പ് നമ്മളിപ്പോ ജീവിച്ചു വന്ന യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ മനസ്സിലാവും, ഞാൻ ഈ ചെയ്തുകൊണ്ടിരുന്നതൊന്നും യഥാർത്ഥ ജീവിതമായിരുന്നില്ല. എന്റെ ജീവിതം ഇത് എനിക്കൊരു അവസ്ഥയുടെ ഇടക്ക് വന്നതാണ്. ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഈ സ്വപ്ന ലോകത്ത് നിന്ന് ഉണർന്ന് യഥാർത്ഥ ജീവിതത്തിലേക്ക് വരാൻ എന്താണ് വഴി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് മനുഷ്യന്റെ എല്ലാ ആത്മാവുമായി ബന്ധമുള്ള എല്ലാ മഹാന്മാരും, അത് ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരുടെയൊക്കെ ചർച്ചാ വിഷയം ഇത് തന്നെയാണ്. ഈ മനുഷ്യന്റെ ഈ ജീവിതം യഥാർത്ഥ ആത്മാവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് അതിൽ നിന്ന് മോചനം ലഭിച്ച് യഥാർത്ഥ ജീവിതം നമുക്ക് ഈ ലോകത്ത് നിന്ന് തന്നെ അനുഭവിക്കാനും മനസ്സിലാക്കാനും എന്താണ് വഴി എങ്കിൽ നമുക്ക് പിന്നെ മരണവും ജീവിതം ഒന്നും ഒരു പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറും. എല്ലാ മനുഷ്യനും മരിക്കും എന്ന്, എല്ലാ നഫ്സും മരണത്തെ രുചിക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ ഹയാത്തിന്, ഈ യഥാർത്ഥ ജീവിതത്തെ അനുഭവിക്കാനുള്ള വഴി എന്താണ് എന്നുള്ളതാണ്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യി ഉസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. നിങ്ങൾക്ക് ജീവിതം നൽകാൻ, ജീവിതം രുചിപ്പിച്ചു തരാൻ, നിങ്ങൾക്ക് ഹയാത്ത് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ഉത്തരം നൽകണം. ആ ഉത്തരം നൽകുന്ന രീതി എന്താണ്? അതാണ് കാലാകാലങ്ങളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ തുടങ്ങുന്ന തന്നെ വൗഫു ബിമാ അഹദുല്ലാ എന്ന് പറഞ്ഞിട്ടാണ്. അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്ത കരാറ് പാലിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് തുടങ്ങുന്നത്. അതായത് യഥാർത്ഥ ജീവിതം മനുഷ്യന് ഇന്നത്തെ ഈ ലോകത്തുള്ള ജീവിതം ഇതല്ല യഥാർത്ഥ ജീവിതം. സത്യത്തിലുള്ള ജീവിതം എന്താണ്? സ്വപ്ന ലോകത്തുള്ള ആൾക്ക് അയാളുടെ ഇത് സ്വപ്നലോകമാണെന്ന് ബോധ്യപ്പെടുത്തി സത്യത്തിലുള്ള ജീവിതം മറ്റൊന്നാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ ഈ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം ഇതും ഒരു സ്വപ്ന ജീവിതമാണ്. ഇതല്ല യഥാർത്ഥ ജീവിതം. യഥാർത്ഥത്തിൽ ആത്മാവിന്റെ ജീവിതം എന്ന് പറയുന്നത് അത് മറ്റൊന്നാണ്. അത് മനസ്സിലാക്കി തരണമെങ്കിൽ നാം ആലമുൽ അർവാഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ചെയ്ത കരാറ്, ആ കരാറ് ഇവിടുന്ന് ഓർമ്മിച്ച് അത് പുതുക്കി ആ രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അന്നത്തെ ആ ജീവിതം നമുക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്.